ഹായ്, ഗുഡ് ഈവനിങ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബോർ ആറ്റം മോഡലും അതിൻ്റെ ലിമിറ്റേഷൻസും ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറേ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു. എനർജിയുടെ ഇക്വേഷൻ, റേഡിയസ്, ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അടുത്തതാണ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന ടെക്സ്റ്റിലെ പോർഷനിലുള്ള ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന പോർഷനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഡ്യുവൽ ബിഹേവിയർ, ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ. ഫസ്റ്റ് വൺ ആണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു റേഡിയേഷൻ പോലെ തന്നെ നമുക്ക് ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ പഠിക്കാനുള്ളതാണ്, പക്ഷെ അത് ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് റേഡിയേഷൻസിനും എന്തുണ്ട്, രണ്ട് തരം നാച്ചർ, രണ്ട് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. വേവ് നാച്ചറും പാർട്ടിക്കിൾ നാച്ചറും കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ റേഡിയേഷൻ ഉള്ളതുപോലെ തന്നെ എന്തിനും ഡ്യുവൽ നാച്ചർ ഉണ്ട്, മാറ്ററിനും ഡ്യുവൽ നാച്ചർ ഉണ്ട്. അവരും ഈ ഒരു ഡ്യുവൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡ്യുവൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒന്ന് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്, ഒന്ന് വേവ് നാച്ചറും ഉണ്ട് എന്നാണ് പറയുന്നത്. ആർക്ക്? മാറ്ററിനും റേഡിയേഷൻ പോലെ തന്നെ അവർക്കുള്ളത് പോലെ തന്നെ പാർട്ടിക്കിൾ നാച്ചറും വേവ് നാച്ചറും ആർക്കുണ്ട്? ഈ ഒരു മാറ്ററിനും ഉണ്ടാവും എന്നാണ് ഡി ബ്രോഗ്ലി പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള മാറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനും എന്തുണ്ട്, മൊമെന്റം ഉണ്ട്. അതുകൂടാതെ എന്തും കൂടെ ഉണ്ട്, വേവ് ലെങ്ത്തും കൂടെ ഉണ്ട്. മൊമെന്റം ഉണ്ട്, വേവ് ലെങ്ത്തും കൂടെ ഉണ്ട്. ഇനി ഇദ്ദേഹം പറഞ്ഞത് ഈ വേവ് ലെങ്ത്തും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ്. ദാറ്റ് ഈസ് വേവ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ലാംഡ യൂസ് ചെയ്തിട്ടാണ്. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. mv എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. മൊമെന്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന p എന്ന ലെറ്റർ വെച്ചിട്ടാണ്. p എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? h/p എന്ന് എഴുതാം. സോ ലാംഡ എന്ന് പറയുന്നത് h/p ആണ് എന്നാണ് ആര് പറഞ്ഞത്? ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ, v വെലോസിറ്റി, ദെൻ p മൊമെന്റം. അപ്പൊ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. ഇനി ഡി ബ്രോഗ്ലി, അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മൂവിങ് ഒബ്ജക്റ്റിനും എന്തുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതൊരു മൂവിങ് ഒബ്ജക്റ്റിനും നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്ത് നാച്ചർ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു? വേവ് നാച്ചർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇലക്ട്രോൺസിനും എന്തുണ്ടാവും? ഈ ഒരു വേവ് നാച്ചർ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റു വസ്തുക്കൾ, മറ്റു മാറ്ററിനെ ഒക്കെ നോക്കുമ്പോൾ അവര് മൂവ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേവ് നാച്ചർ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് കൂടുതലായിട്ടും പാർട്ടിക്കിൾ നാച്ചർ ആണ് അവർ ഡോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതാണ് കൂടുതലായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. എന്ന് കരുതി അവർക്ക് എന്തില്ല എന്നല്ല, വേവ് നാച്ചർ ഇല്ല എന്നല്ല, അവർക്ക് വേവ് നാച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നാച്ചറും ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് പാർട്ടിക്കിൾ നാച്ചർ ആയതുകൊണ്ടാണ് നമുക്ക് ആ വേവ് ബിഹേവിയർ അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ മാറ്ററിന് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഒരു ഡ്യുവൽ ബിഹേവിയർ ഉണ്ട്. മീൻസ് പാർട്ടിക്കിൾ നാച്ചറും ഉണ്ട്, വേവ് നാച്ചറും ഉണ്ട്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, മാറ്റർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ എന്തുണ്ടാവും? മൊമെന്റം ഉണ്ടാവും, വേവ് ലെങ്ത് ഉണ്ടാവും. ആ മൊമെന്റവും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ ആണ് അദ്ദേഹം
കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഈ ഇക്വേഷൻ ആണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയുന്നത്. വേർ h is the Planck's constant, m mass of the electron, v velocity of the electron. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഏതൊരു മൂവിങ് ഒബ്ജക്റ്റിനും എന്ത് നാച്ചർ ഉണ്ട്? വേവ് നാച്ചർ ഉണ്ട്. അങ്ങനെയാണ് ഇലക്ട്രോണും എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനും എന്തുണ്ടാവും? ഒരു വേവ് നാച്ചർ ഉണ്ടാവും. ഇനി നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അവർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് വേവ് നാച്ചറും ഉണ്ടാവും, പാർട്ടിക്കിൾ നാച്ചറും ഉണ്ടാവും. പക്ഷെ അവിടെ ഒബ്ജക്റ്റിനെ എടുത്തു കഴിയുമ്പോൾ, ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കൂടുതലായിട്ടും പാർട്ടിക്കിൾ നാച്ചർ ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് കരുതി എന്തില്ല? വേവ് നാച്ചർ ഇല്ല എന്നല്ല, വേവ് നാച്ചർ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ പാർട്ടിക്കിൾ നാച്ചർ ആയതുകൊണ്ടാണ് നമുക്കത് വേവ് നാച്ചർ ഇല്ല എന്ന് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡി ബ്രോഗ്ലി പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, അപ്പം ഡി ബ്രോഗ്ലി പറഞ്ഞു മാറ്ററിന് എന്തുണ്ട്? ഡ്യുവൽ ബിഹേവിയർ ഉണ്ട്, അതിന് മൊമെന്റം ഉണ്ടാവും, വേവ് ലെങ്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം ഹെയ്സൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു determine simultaneously the exact position and exact momentum of a moving microscopic particle like electron. ഇലക്ട്രോൺ പോലുള്ള ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റവും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത്? ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അദ്ദേഹം അതിനൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ മൊമെന്റം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇനി മൊമെന്റം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ പി എ നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു ഡെൽറ്റ വി. എം വി ആണ് മൊമെന്റം. സോ ഇവിടെ ചേഞ്ച് പറയുമ്പോൾ എം ഇൻറ്റു ഡെൽറ്റ വി. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. നമുക്ക് ഈ മാസിനെ അതർ സൈഡിലേക്ക് കൊണ്ടുവരുമ്പം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π n, where x is the uncertainty in position, delta v is the uncertainty in velocity, okay, or delta pa uncertainty in momentum എന്ന് പറയാം. അപ്പൊ അതൊക്കെയാണ് ആ ഇക്വേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡെൽറ്റ എക്സ്, ഡെൽറ്റ വി, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ. സോ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഇക്വേഷനായിട്ട് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ അല്ലെ മാത്തമാറ്റിക്കൽ ഐഡിയ തരുന്നത് ഈ ഒരു ഇക്വേഷനിലൂടെയാണ്. എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദി പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം ഓഫ് ആൻ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പോലുള്ള വളരെ ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ എക്സാക്ട് പൊസിഷനും മൊമെന്റവും ഒന്നും തന്നെ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസ്. മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? മൂവിങ് പാർട്ടിക്കിൾസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മൂവിങ് ഒബ്ജക്ട്സിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിൽ പറ്റില്ല? മാക്രോസ്കോപ്പിക്കില് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല.
അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഇലക്ട്രോൺസിന്റെ പൊസിഷനോ അതിന്റെ മൊമെന്റമോ അതിന്റെ വെലോസിറ്റിയോ ഒന്നും തന്നെ എക്സാക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ നീൽസ് ബോറിന്റെ മോഡൽ അനുസരിച്ച് ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലാണ്, ഒരു സർക്കുലർ പാത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും ഒരു സിഗ്നിഫിക്കന്റ് ആണ്. എന്താണ്? ദിസ് ഇസ് നോട്ട് പോസിബിൾ അക്കോർഡിംഗ് ടു ഹെയ്സൺ. എന്താണ് പോസിബിൾ അല്ലാത്തത്? We cannot define the position and velocity of an electron exactly at the same time. കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പൊ ഇത് എന്ത് റൂൾ ഔട്ട് ചെയ്യും? എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത്, നമ്മുടെ ഓർബിറ്റിന്റെ ആ ഒരു പാത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഓർബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒരു കൺസെപ്റ്റ് വന്നതോടുകൂടി റൂൾ ഔട്ട് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയാണ് സിഗ്നിഫിക്കൻസ്. എന്തൊക്കെയാണ്? ഒന്ന്, ഇതിന്റെ മൂവിങ് ഓബ്ജക്ട്സിന്റെ കേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതും മൈക്രോസ്കോപ്പിക് ആണെങ്കിലേ പറ്റുള്ളൂ, മാക്രോസ്കോപ്പിക്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇലക്ട്രോണിന്റെ എക്സാക്ട് പൊസിഷനും മൊമെന്റവും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം? എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൈൻ പാത്ത് അത് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ ഓർബിറ്റിന്റെ കാര്യം ഈ കൺസെപ്റ്റ് അനുസരിച്ച് റൂൾ ഔട്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ എന്താണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന്? ഓക്കെ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യം കൂടെ പറയാനുണ്ട്. റീസൺസ് ഫോർ ദി ഫെയിലിയർ ഓഫ് ബോർ മോഡൽ. ബോർ മോഡൽ ഫെയിൽ ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റുകൾ, അതായത് ഡ്വൽ ബിഹേവിയറും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അനുസരിച്ച് ഈ ഒരു ബോർ മോഡൽ ഫെയിൽ ആവാനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞു ബോർ മോഡൽ അനുസരിച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഒരു പർട്ടിക്കുലർ സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണ്, അതിന് പർട്ടിക്കുലർ എനർജി ഉണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഇലക്ട്രോൺസിന്റെ ഡ്വൽ നാച്ചർ അനുസരിച്ച് അതിന് എന്ത് ക്യാരക്ടറും കൂടെ ഉണ്ട്? വേവ് ക്യാരക്ടറും ഉണ്ട്. അത് ആര് കൺസിഡർ ചെയ്തിട്ടില്ല? ബോർ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു കാര്യം. പിന്നെ നമ്മൾ ആ ബോർ മോഡൽ അനുസരിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, അതിനെ ഓർബിറ്റ് എന്നൊക്കെ വിളിച്ചു. പക്ഷെ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇങ്ങനെ ഒരു ഡെഫിനിറ്റ് പാത്ത് നമുക്ക് ഇലക്ട്രോണിന്റെ പറയാനാവില്ല. ദാറ്റ് മീൻസ് ഒരു എക്സാക്ട് പൊസിഷനും എക്സാക്ട് വെലോസിറ്റിയും ഇലക്ട്രോണിന്റെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരേ സമയത്തുള്ള വെലോസിറ്റിയും മാസും ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല എന്നാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർ മോഡല് രണ്ട് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്ററും പിന്നെ ഇപ്പൊ പറഞ്ഞ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോർ മോഡൽ ഫെയിൽ ആവാനുള്ള കാരണങ്ങൾ. അപ്പൊ ഞാൻ നോട്ട്സ് അയച്ചു തരാം. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്ററും അതായത് ഡി ബ്രോഗ്ലി കൺസെപ്റ്റും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ.